വെച്ചിട്ട് ഇപ്പം വെളിയിലോട്ട് ഇറങ്ങി. ഇനി നമുക്ക് ലൗറെ മ്യൂസിയത്തിൽ പോകണം. അതേപോലെ സൈന റിവറിൽ കൂടെ ഒരു ക്രൂസ് ട്രിപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ലൗറെ മ്യൂസിയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 4 ആവും ഞങ്ങൾക്ക് അവിടെ എത്തണം. പക്ഷേ വെതർ ഇന്നത്തേത് അത്ര നല്ലതല്ല എന്നാണ് തോന്നുന്നത്. നല്ല മഴയാണ്, ഇപ്പോഴും മഴയായിരുന്നു. മഴയായതുകൊണ്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം മാറി നിൽക്കുവാണ്. ഇനി മെട്രോ പിടിച്ച് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. മെട്രോ സ്റ്റേഷൻ അടുത്താണ്, പക്ഷെ ഞങ്ങളുടെ ആരുടെയും കുടയില്ല, കുട എടുക്കാൻ മറന്നുപോയി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഇപ്പം സ്റ്റോം അലേർട്ടാണ് 2-3 ദിവസത്തേക്ക്. അതുകൊണ്ടാണ് ഈ ഒരു വെതറും അതേപോലെ ഭയങ്കര വിൻഡി ആയിട്ടുള്ളതും. ഞങ്ങൾ പാരീസിൽ ലാൻഡ് ചെയ്ത അന്ന് തന്നെയാണ് ലൗറെ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ടിക്കറ്റും ബുക്ക് ചെയ്തത്. സോ അറൗണ്ട് 4 o'clock ആണ് എൻട്രി ടിക്കറ്റിൽ കൊടുത്തേക്കുന്ന ടൈം. അപ്പം മഴയൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പതിയെ നടക്കാൻ തുടങ്ങി. മെട്രോ സ്റ്റേഷൻ ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടായിരുന്നു. ഇവിടെയെല്ലാം ഞങ്ങൾ കവർ ചെയ്തത് മെട്രോയിലും അതേപോലെ ബസ്സിലുമാണ്. സോ മെട്രോയിലും അതേപോലെ ബസ്സിലും ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഓൺലൈനായിട്ടും അതേപോലെ ഓഫ്ലൈനായിട്ടും ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം. ഞങ്ങൾ 1 വീക്കിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഓരോ സോൺ അനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. സോ ഞങ്ങൾ 1 to 5 സോണിലുള്ള ഓൺലൈൻ ടിക്കറ്റും അതേപോലെ ഓഫ്ലൈൻ ടിക്കറ്റും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും ദീപുനും ഓൺലൈൻ ടിക്കറ്റും അതേപോലെ അച്ഛനും അമ്മയ്ക്കും ഓഫ്ലൈൻ ടിക്കറ്റും ആയിരുന്നു. കാരണം NFC ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള ഫോണുകളിൽ മാത്രമേ നമുക്ക് ഓൺലൈൻ ടിക്കറ്റ് വർക്ക് ആവത്തുള്ളൂ. സോ നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ SNCF കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം എത്ര ദിവസത്തേക്കുള്ള ടിക്കറ്റ് ആണോ വേണ്ടത് അത്ര ദിവസത്തേക്കുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്യുക. അതിനുശേഷം ഫോണിൽ നമ്മൾക്ക് NFC ആക്ടിവേറ്റ് ചെയ്യണം. വൺസ് NFC ആക്ടിവേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഫോൺ ഉപയോഗിച്ച് ഇതേപോലത്തെ മെട്രോ സ്റ്റേഷനിലും ബസ്സിലും അതേപോലെ ട്രെയിനിലും നമുക്ക് യാത്ര ചെയ്യാം. സോ ഞങ്ങൾ 1 വീക്കിലേക്കുള്ള ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1 വീക്കിൽ ഫോർ സോൺ 1 to 5 ഏകദേശം 30 euros ആണ് ആയത് ഒരാൾക്ക്. അപ്പോൾ ആ കേസിൽ ഈ സോൺ 1 to 5 എല്ലാ ട്രെയിനിലും അതേപോലെ ബസ്സിലും മെട്രോയിലും എല്ലാം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ കാണുന്നതാണ് ഓഫ്ലൈനായിട്ട് കിട്ടുന്ന കാർഡ്. സോ ഇത് നിങ്ങൾക്ക് ഏതൊരു മെട്രോ സ്റ്റേഷനിലെ കൗണ്ടറിൽ നിന്നും വാങ്ങിക്കാം. കാർഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം എത്ര വീക്കിലേക്ക് അല്ലെങ്കിൽ എത്ര ദിവസത്തേക്കുള്ള ടോപ്പപ്പ് ആണ് ചെയ്യേണ്ടതെന്ന്. സോ അവരത് ടോപ്പപ്പ് ചെയ്ത് തരും. അതിനുശേഷം ആ കാർഡിൻ്റെ ബാക്കിൽ നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പേസ്റ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് ഈ ഓഫ്ലൈൻ കാർഡ് SNCF കണക്ട് വെച്ചിട്ട് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണിൽ NFC ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. കമ്പയർഡ് ടു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടിക്കറ്റ് എനിക്ക് ഇത്രയും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഓഫ്ലൈൻ ടിക്കറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് അവിടെ ചെന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമ്മളപ്പം മെട്രോ ഇറങ്ങിയിട്ട് ഇപ്പം ലൗറെ മ്യൂസിയത്തിലോട്ട് പോവാണ്. ഇവിടുന്ന് ഒരു 9 minutes നടക്കാനുണ്ട് മെട്രോ ഇറങ്ങിയിട്ട്. ഇപ്പം നല്ല വെതറാണ്, നല്ല വെയിലൊക്കെ ആയി. കുറച്ച് മുമ്പ് വരെ മഴയായിരുന്നു. അതേപോലെ ഭയങ്കര ക്രൗഡഡാണ് സ്ട്രീറ്റൊക്കെ. ഇന്ന് പബ്ലിക് ഹോളിഡേ ആയിട്ട് കുറേ ഷോപ്പുകളൊന്നും ഓപ്പൺ പോലും അല്ല. എന്നിട്ടും റോഡിൽ ഫുള്ള് ഭയങ്കര ക്രൗഡാട്ടോ.
ഇതാണ് കേട്ടോ ലൗറെ മ്യൂസിയം. ഈ പിരമിഡ് പോലത്തെ സ്ട്രക്ചറാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇതൊരു ആർട്ട് മ്യൂസിയം ആണ്. ഇവിടെ നമുക്ക് മൊണാലിസയുടെ ഒറിജിനൽ പോർട്രേറ്റും കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇതിൻ്റെ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ടിക്കറ്റാണ് ഞങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺലൈനായിട്ട് ഞങ്ങൾ പ്രയോറിറ്റി ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലൈൻ സ്കിപ്പ് ചെയ്ത് വേറൊരു ലൈനിൽ കൂടെ കയറാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലെങ്കിൽ വലിയൊരു ക്യൂ തന്നെയായിരിക്കും. സോ നമ്മൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും. വെളിയിൽ നിങ്ങൾ ഈ കാണുന്ന തിരക്കിൻ്റെ ഇരട്ടി തിരക്കായിരുന്നു ഇതിനകത്ത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം എത്രത്തോളം ക്രൗഡഡ് ആയിരുന്നു മ്യൂസിയത്തിനകമെന്ന്. ഇതാണ് ലൗറെ മ്യൂസിയത്തിൻ്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഈ ലൗറെ മ്യൂസിയം വേൾഡിലെ തന്നെ ലാർജസ്റ്റ് മ്യൂസിയം ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ വരുന്നത്. ഒരു കംപ്ലീറ്റ് ഡേ തന്നെ വേണം നമുക്കിത് ഫുൾ എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ. സോ നമ്മൾ കുറേയൊക്കെ സ്കിപ്പ് ചെയ്തു. പിന്നെ ഒരുപാട് നടക്കാനുണ്ട്. അതുകൊണ്ട് നടന്ന് നമ്മൾ മടുക്കും. പിന്നെ അവർ ഇവിടെയൊക്കെ ചെയർസൊക്കെ ഇട്ടിട്ടുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ദാ ഈ കാണുന്ന തിരക്ക് മൊണാലിസയുടെ പോർട്രേറ്റ് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. ഒരു വലിയ റൂമിൽ ഒരു ചെറിയ പോർട്രേറ്റാണ് മൊണാലിസയുടേത്. നിങ്ങൾക്ക് ദാ ഇപ്പം കാണാം. വളരെ കുറച്ച് ടൈമേ തരത്തുള്ളൂ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ. ഞങ്ങൾ മ്യൂസിയം കണ്ട് ഇറങ്ങിയപ്പം ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവസാനം എല്ലാം കൂടെ വേഗം പോയി കാണുമായിരുന്നു. സോ നിങ്ങൾ ഇതേപോലെ പോർട്രേറ്റ്സും ആർട്സും പെയിൻറ്റിങ്സിനോടൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് 1 ഡേ തന്നെ അല്ലെങ്കിൽ ഒരു 2 ഡേയ്സ് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പം രാത്രിയായിരുന്നു. പക്ഷേ രാത്രിയിലും ഈ ഒരു പിരമിഡിലുള്ള ലൈറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. സോ ഞങ്ങളും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു.
ഞങ്ങളെല്ലാം നല്ല ടയേർഡ് ആയതുകൊണ്ട് ബാക്കി പാരീസൊക്കെ കണ്ടത് അടുത്ത ദിവസങ്ങളിലാണ്. സോ അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ നെക്സ്റ്റ് വ്ലോഗിൽ വരും. സോ സ്റ്റേ ട്യൂൺ. അൺടിൽ ദെൻ ബൈ ബൈ.